ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് കുടംപുളിയിട്ട് കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു 3-4 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് ഉലുവ കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകുവേ. ഇനി നമുക്ക് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്തതും പച്ചമുളകും എല്ലാം കൂടെ ആ എണ്ണയിലേക്കിട്ട് ഒന്ന് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാവേ. കരിഞ്ഞു പോകരുതേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കരിയാപ്പില കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. ഉള്ളിയൊക്കെ ഇപ്പോൾ നമുക്ക് പാകത്തിനായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പ് രൂപത്തിൽ കുഴച്ചെടുത്തതാണേ. നമ്മളിങ്ങനെ ചെയ്യുമ്പം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല. നമ്മൾ ഡയറക്റ്റായിട്ട് മുളക് പൊടിയൊക്കെ ആ ചട്ടിയിലോട്ടിട്ട് ചട്ടി നന്നായി ചൂടായിരിക്കുന്നതായതുകൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതെ ആ എണ്ണയിൽ കിടന്ന് അതൊന്ന് പച്ചമണം ആകാറുന്നത് വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാവേ. അതിൻ്റെ എണ്ണയൊക്കെ ദാണ്ടെ ഇപ്പോൾ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേൽ വഴറ്റി കൊടുക്കാൻ. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നത് കഴിഞ്ഞ് നമുക്കൊരു 2-3 കുടംപുളി നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചതാണേ, അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്ക് ആ അരപ്പെടുത്ത പാത്രത്തേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം നമുക്കിതിന് മൂടി വെച്ചൊന്ന് തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാവേ. ഇപ്പം എന്തായാലും നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചെറിയ പീസുകളാക്കി വെച്ചേക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാവേ. തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ചെറിയ തീയിൽ വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് പറ്റി അരപ്പൊക്കെ ആ മീൻ കഷ്ണത്തിലൊക്കെ പിടിച്ച് നന്നായിട്ടിരിക്കും. അപ്പോൾ നല്ല സ്വാദിഷ്ടമായ മീൻകറി തയ്യാറാണ്. നിങ്ങൾ ഇതുപോലെ മീൻകറി വെച്ച് നോക്കിയിട്ടില്ല, ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കിട്ടും. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.